ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തത് ഈ എറണാകുളം കരിമുകളിൽ നിന്നും 13-കാരിയെ കാണാതായതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പം ആ വിഷയത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇനി എറണാകുളം കരിമുകളിൽ നിന്നും കാണാതായ 13 വയസ്സുകാർക്കായുള്ള അന്വേഷണം ഇഴയുന്നു എന്നുള്ളതാണ്. ഇന്നലെ സ്ഥലത്ത് നായ എത്തിച്ച് നടത്തിയ അന്വേഷണത്തിലും സൂചനകളൊന്നും ലഭിച്ചില്ല. വീട്ടിൽ നിന്നും നായ കരിമുകൾ ജംഗ്ഷൻ വരെ എത്തി നിന്നു. കരിമുകളിൽ നിന്ന് ബ്രഹ്മപുരം റോഡിലേക്കുള്ള കടയിലെ CCTV ദൃശ്യങ്ങളാണ് പോലീസിന് അവസാനമായി ശേഖരിക്കാൻ കഴിഞ്ഞത്. സൈഫുനി സലിയാർ നമുക്കൊപ്പം ഈ വാർത്തയുടെ കൂടെ വിശദാംശങ്ങൾ നൽകാൻ തുടരുന്നുണ്ട്. സൈഫു, ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടി കരിമുകൾ വരെ എത്തുന്നതിനുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പോലീസിന് ലഭിച്ചു. പക്ഷെ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. അരിച്ചു പറക്കുന്നുണ്ട്. പക്ഷേ ആ കുട്ടിയിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഇപ്പം നിലവിലെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാറ്റസ് എന്താണ്? സേതു, കൃത്യമായ ഒരു തുമ്പ് പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വിവരം. കാരണം ഈ 28-ാം തീയതി, അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 11 മണിക്കും 12 മണിക്കും ഇടയ്ക്കാണ് ഫാത്തിമത്തുൽ നിഹാല, കരിമുകൾ സ്വദേശിയായ അഫ്സലിന്റെ മകൾ ഫാത്തിമത്തുൽ നിഹാലയെ വീട്ടിൽ നിന്ന് കാണാതാകുന്നത്. പിന്നീട് വീട്ടുകാർ നടത്തിയ തിരച്ചിലിൽ ഈ CCTV ദൃശ്യങ്ങളിൽ ഈ പെൺകുട്ടി ബാഗുമായി നടന്നു പോകുന്നത് ഉണ്ട്. ജീൻസാണ് ഇട്ടിരിക്കുന്നത്, ടോപ്പും ഒപ്പം തന്നെ ഷോളും ഇട്ടിട്ടുണ്ട്. 2 ബാഗും തോളിൽ തൂക്കി കൂട്ടി നടന്നു പോകുന്നതുണ്ട്. മാസ്ക് വെച്ചിട്ടുണ്ട് എന്നാണ് CCTVയിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇത് കരിമുകൾ ജംഗ്ഷന് സമീപത്തുള്ള ഒരു കടയിലെ CCTV ദൃശ്യത്തിൽ നിന്ന് ഈ കുട്ടി നടന്നു പോകുന്നുണ്ട്. പിന്നീട് ഈ ബ്രഹ്മപുരം ഭാഗത്തേക്ക്, പ്രത്യേകിച്ച് ഇൻഫോ പാർക്ക് ഭാഗത്തേക്കൊക്കെ വരുന്ന ഒരു വഴിയിൽ ഒരു CCTV നോക്കിയപ്പോൾ ആ സമയത്ത് അതിലൂടെ കടന്നു പോകുന്നില്ല. അപ്പോൾ ഈ 2 CCTV ദൃശ്യങ്ങൾക്കിടയിൽ, CCTV നിൽക്കുന്ന സ്ഥലങ്ങൾക്കിടയിൽ ഈ കുട്ടി എവിടേക്ക് പോയി എന്നുള്ളതാണ്. അതായത് വാഹനത്തിൽ കയറിപ്പോയോ അതല്ലെങ്കിൽ അവിടെ നിന്ന് വേറെ എങ്ങോട്ടേക്കെങ്കിലും മിസ്സായോ? കാരണം വേറെ വഴികളൊന്നും ഇല്ല. അപ്പോൾ അതാണ് പോലീസ് എങ്ങനെയാണ് വാഹനത്തിൽ പോയെന്ന കാര്യമാണ് സംശയിക്കുന്നത്. എന്തായാലും ഈ കുട്ടി 13 വയസ്സേ ഉള്ളൂ. പക്ഷേ കുറച്ച് തടിച്ച ശരീരമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരാളാണ് എന്ന് വിചാരിച്ചു എന്നാണ് ഈ പ്രദേശവാസികളൊക്കെ പറയുന്നത്. കാരണം പല കടകളും ആ സമയത്ത് അടച്ചിരുന്നില്ല. ഈ 11 മണി 12 മണി ആ സമയത്ത് ഈ കുട്ടി നടന്നു പോകുന്ന കണ്ട ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ ഇൻഫോ പാർക്കിലടക്കം ജോലി ചെയ്യുന്ന ആളുകൾ ഒരുപാട് താമസിക്കുന്ന സ്ഥലമാണ് ഈ കരിമുകൾ. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് രാത്രിയൊക്കെ ഈ സ്ത്രീകൾ പലയിടങ്ങളിലും ജോലിക്ക് പോയി തിരിച്ചു വരികയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ആ രീതിയിലാണ് എന്ന് തെറ്റിദ്ധരിച്ചു എന്നാണ് കടയുടമകൾ അടക്കം പറയുന്നത്. ഏതായാലും പോലീസ് പരമാവധി പേരുടെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ കുട്ടിയെ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ്. ഈ കുട്ടിയുടെ മൊബൈൽ ഫോൺ ഇല്ല, അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ട്രാക്ക് ചെയ്യാനും കഴിയുന്നില്ല. എവിടേക്ക് പോയി എന്നുള്ള കൃത്യമായൊരു വിവരം ഇവർക്ക് ലഭിക്കുന്നില്ല. ഫാത്തിമത്തുൽ നിഹാല എന്നാണ് ഈ കുട്ടിയുടെ പേര്. കഴിഞ്ഞ 2 ദിവസമായി വീട്ടുകാർ മുഴുവൻ അന്വേഷിക്കുകയാണ്. നമ്മുടെ എറണാകുളം ജില്ലയിൽ പോലീസ് മുഴുവൻ അന്വേഷണം നടത്തുകയാണ്. ഇപ്പോൾ സംസ്ഥാന വ്യാപകമായ ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് നീങ്ങിയിരിക്കുന്നത്. ശരി സേഫ്നിസ, ശരി. ഈ വാർത്ത കേൾക്കുന്ന സമയത്ത് ഇപ്പം ഈ വീട്ടുകാരെയൊക്കെ സംബന്ധിച്ച ഒരു ആദ്യമായിരിക്കും. ഇപ്പം ഈ കുട്ടിയുടെ വീട്ടുകാരെ സംബന്ധിച്ച കാര്യമല്ല, അല്ലാതെ തന്നെ ഇപ്പം ഈ കാരണമായിട്ട് നമുക്കറിയാൻ പറ്റുന്നത് കുട്ടി നേരത്തെ കിടന്ന് ഉറങ്ങുന്നില്ല, അതിൻ്റെ പേരിൽ വീട്ടുകാർ ഫോൺ വാങ്ങിച്ചു വെച്ചു, അമ്മ ഫോൺ വാങ്ങിച്ചു വെച്ചു, അതിൻ്റെ പേരിൽ ഇറങ്ങിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത്. എന്ത്